നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ മലയാളികളെ അത്രത്തോളം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ ഇടപെടാത്ത മേഖലകളില്ല. കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ഞാൻ കണ്ടത് ഓർക്കുകയാണ്. അതായത് 2050 വാർത്ത എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ആ ഒരു റീൽസ് പറയുന്നത്. തമാശ റീൽസാണ്. അതായത് യൂട്യൂബ് ചാനലില്ലാത്ത ഒരാളെ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കണ്ടുകിട്ടി എന്ന് പറയുന്ന ഒരു ബ്രേക്കിംഗ് വാർത്ത 2050 വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ആ ഒരു തമാശ പറയുന്നത്. അത് സത്യവുമാണ്. കാരണം യൂട്യൂബ് ചാനൽ ഇല്ലാത്ത മലയാളികൾ ഇന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് മലയാളികൾ. ഇതിൽ പലരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, ആരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അറിവ് നൽകുന്ന അഭിഭാഷകരുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, നിരവധി പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിരവധി ഓരോ മാസവും മോശമല്ലാത്ത രീതിയിൽ സമ്പാദിക്കാനും സാധിക്കുന്നുണ്ട്. യൂട്യൂബ് ഈ വരുമാനം നൽകുന്നത് നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പറ്റം ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, പട്ടിണിയിലാവും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ കണ്ടന്റ് കണ്ടെത്താൻ പല രീതിയിലുള്ള മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉള്ളത് രോഹിത്തിന്റെ വീട്ടിലാണ്. രോഹിത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്ലോഗറാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പലരും പ്രശ്നേഷ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയെയും അമ്മയെയും വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നു. അമ്മയോടാണ് അകത്ത് ചോദ്യം എന്ന് പറയുന്നില്ല, നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ മകനെന്ന രീതിയിൽ ഒരു അമ്മയോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അമ്മ മകൻ ബന്ധം അല്ലെങ്കിൽ മക്കൾ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾ അത്രത്തോടെ കരുതലോടെ ജീവിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന, അതാണ് നമ്മുടെ ഒരു സംസ്കാരം. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഒരു മകൻ. എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? എനിക്ക് തോന്നുന്നത് അവന്റെ ആ വീഡിയോയ്ക്ക് ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങളെ പറ്റി എന്തൊക്കെയോ വിളിച്ചു പറയുവാണ്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ മകനിൽ നിന്ന് ഒരു സംരക്ഷണം ആണ് ആഗ്രഹിക്കുന്നത്. പോട്ടെ, സംരക്ഷിച്ചില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളൂ. നമ്മളെ ഈ വീട്ടിൽ കൊണ്ടിട്ടിട്ട് അവൻ അവിടെ ചെന്ന് ഇങ്ങനെ ലൈവ് രണ്ടുപേരും കൂടെ ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെ അമ്മായിമ്മ പോരാ ഒന്നും അവരോട് കാണിച്ചിട്ട് പോലുമില്ല. ജയത്തിന് വേണ്ടി എല്ലാം അങ്ങ് പറയും. ഞങ്ങൾ താമസിച്ച ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ച വീടുകളുണ്ട്, കാമലോട്ടിന്റെ അവിടെ ഒരെണ്ണം, പിന്നെ പാതിരപ്പള്ളിയിൽ ഇപ്പൊ ഈ വീട്. ഇവിടെ പരിസരത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാമല്ലോ ഞാൻ എന്തുവാണ് അവരോട് കാണിച്ചിട്ടുള്ളതെന്നുള്ളത്. ചുമ്മാ ജയത്തിന് വേണ്ടി ഓരോന്നങ്ങ് പറഞ്ഞ് ചുമ്മാ ഞങ്ങളെ ആളുകളുടെ മുമ്പിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. വേറെ ആരുമല്ലേ, അമ്മയും പെങ്ങളും തന്നെയല്ലേ ഞങ്ങളും. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ അമ്മ വരുന്നതിന് മുമ്പ് രോഷിനിയോട് ചോദിക്കുകയായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് പോവുകയും പിന്നീടുണ്ടായ ഈ 2 മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതമായിരുന്നു അമ്മയ്ക്ക്. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ടു വന്ന ഒരു മകന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഉണ്ടായത്. സങ്കടപ്പെടാറുണ്ടോ? മനസ്സിൽ എന്തോന്ന് പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആകപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥ. ഞാൻ ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. ഇച്ചിരി നേരമെങ്കിലും അവിടെ പോയി ഇരിക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ. പിന്നെ ഞാനില്ലെങ്കിൽ ഇവക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നേ. എന്നാലും അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. കരയിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ രോഷിനിയോട് ചോദിക്കാം, അമ്മ ഒന്ന് റിലാക്സ് ചെയ്തോളൂ. രോഷിനി, ഈ സഹോദരി, എനിക്കും ഉണ്ട് സഹോദരി ഉണ്ട്, അനിയത്തി ഉണ്ട്, ചേച്ചി ഉണ്ട്, മറ്റു കുറെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. നമ്മൾ തല്ലുകൂടും, ചേട്ടനും അനിയനും അല്ലെങ്കിൽ അനിയത്തിയൊക്കെ ആയിട്ട് നമ്മൾ തല്ലുകൂടാത്ത ആളുകളൊന്നുമില്ല. പക്ഷെ തല്ലുകൂടിയാലും അനിയത്തി ചേട്ടനെ കുറിച്ചും അനിയത്തിയെ കുറിച്ച് ചേട്ടനും പറയാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു കാലത്തും പുറത്തു പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു രോഹിത്തിന്റെ ഭാഗത്ത് നിന്നും പബ്ലിക്കായി നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? അത് ക്ലിയർ ആയിട്ട് തന്നെ രോഹിത്തിന്റെ ഓരോ സ്ട്രാറ്റജിക് മൂവ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടന്റ് ആണ് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ രോഹിത്തിന്